കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചയാൾ മരിച്ചു. പെരുങ്കുളം നെടിയവിള പുത്തൻ വീട്ടിൽ 52-കാരനായ ബിജുവാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 10:30-യോടെയാണ് ശാരീരികാസ്വാസ്ഥ്യവും വിറയലും അനുഭവപ്പെട്ടതോടെ പനിയാണെന്ന് കരുതി ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചത്. ആദ്യം പുവറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു. അലർജി പരിശോധന കുത്തിവെപ്പ് നൽകി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയത്. അക്രമാസക്തനായ ബിജുവിനെ ജീവനക്കാർ നിയന്ത്രിച്ച് അത്യാഹിത വിഭാഗത്തിലെ വാർഡുകളിലൊന്നാക്കി വാതിലടച്ചു. ഇദ്ദേഹത്തെ പരിചരിച്ചവരും ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും പ്രതിരോധ കുത്തിവെപ്പെടുത്തു. തുടർന്ന് PPE കിറ്റ് ധരിച്ച് ജീവനക്കാരും സഹായികളും ചേർന്ന് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ ബിജു മരിക്കുകയായിരുന്നു. ബിജുവിന് 7 മാസം മുൻപാണ് തെരുവുനായയുടെ കടിയേറ്റത്. പ്രതിരോധ കുത്തിവെപ്പ് 3 എടുക്കാതിരുന്നതാകാം അപകടത്തിന് കാരണമായതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് നായയുടെ കടിയേറ്റ ബിജു പേവിഷബാധ ലക്ഷണങ്ങളോടെ മരിച്ചത് ബന്ധുക്കളെയും നാട്ടുകാരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ബിജുവിനെ തെരുവുനായ കടിച്ചതായി ഇവർക്കറിയാം. അന്ന് ആരോഗ്യ പ്രവർത്തകർ നിർബന്ധിച്ചാണ് പ്രതിരോധ കുത്തിവെപ്പെടുപ്പിച്ചത്. 1 ഡോസ് മാത്രമാണ് അന്നെടുത്തത്. പിന്നീട് ബിജു ആശുപത്രിയിൽ പോയിരുന്നില്ല. പിന്നാലെ ഇന്നലെ വിറയലും ചുമയും അനുഭവപ്പെട്ടതോടെ ബന്ധുക്കളാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ബിജുവിന്റെ ബന്ധുക്കളോടും അടുത്തിടപഴകിയ ആളുകളോടും പ്രതിരോധ കുത്തിവെപ്പെടുക്കാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചിരിക്കുകയാണ്.